ഹായ് എവരി വൺ. ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ മാർക്കറ്റ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം വീക്ക്ലി എക്സ്പയറി ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഫെഡിൻ്റെ റേറ്റ് കട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം നല്ല രീതിയിൽ ഡൗൺ സൈഡാണ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഇന്ന് വലിയൊരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നിയർലി 350 പോയിൻറ്റ് പ്രീവിയസ് ഡേ ക്ലോസിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഇന്ന് ട്രേഡ് ചെയ്തിട്ടുള്ളത്. നിയർലി ഒരു 120-125 പോയിൻറ്റ് 130 റേഞ്ചിനകത്താണ് മാർക്കറ്റ് മോർണിംഗ് ഫുൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു. ഒരു ചെറിയ രീതിയിലുള്ള സ്കാൽപ്പിംഗ് ട്രേഡുകൾക്ക് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. 23,400 നല്ല രീതിയിലുള്ള ഒരു 24,000 നല്ല രീതിയിലുള്ള ഒരു കോൾ റൈറ്റേഴ്സ് രാവിലെ തന്നെ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ച് വിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടില്ല. പിന്നീട് നമുക്ക് നോക്കിയാൽ അറിയാം മാർക്കറ്റിൽ നല്ലൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു 23,920 എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ തന്നെ മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ടൈം അവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സോണിൽ നിന്നാണ് നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നത്. എക്സ്പയറി ഡേ തന്നെ ആയതുകൊണ്ട് ഇവിടെ പ്രീമിയത്തിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നിയർലി 50 പോയിൻറ്റോളം മൂവ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് വളരെ ചെറിയ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഇനി നെക്സ്റ്റ് ടുമാറോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വീക്ക്ലി ക്ലോസിംഗ് ആണ് നാളെ വരുന്നത്. അപ്പം വീക്ക്ലി ക്ലോസിങ് നിയർലി പ്രീവിയസ് ഡേ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലോസിങ്ങിന് എബോവ് മൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയർലി 24,180 എബോവ് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ബെയറിഷ്നെസ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. 23,840 എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. 23,840 എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. അപ്പം നാളെ ഫ്രൈഡേ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിനകത്തുള്ള പ്രൈസ് ആക്ഷനിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കാനായിട്ട് കൺസിഡർ ചെയ്യാം.